ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടർ. സിനിമയിൽ അഭിനയിച്ച നായ്ക്കളെക്കാൾ ഉപരി അതിനെ പരിശീലിപ്പിച്ച പരിശീലകനോടാണ് എനിക്ക് വലിയ മതിപ്പ് തോന്നിയത്. ഇതാണോ മലേഷ്യൻ നായ? കണ്ടിട്ട് നമ്മുടെ നാടൻ നായയെ പോലെ ഉണ്ടല്ലോ എന്ന് പലരും അഭിപ്രായം പറഞ്ഞു. ഇവരെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. ശരിയാണ്, ഇവർ മലേഷ്യൻ നായൊന്നുമല്ല, നമ്മുടെ നാടൻ കൊമ്പൈ നായയാണ്. കൊമ്പയെ കണ്ടുപിടിക്കാനായി ഇക്കോ സിനിമ ടീം കുറേയേറെ അലഞ്ഞു. കുറച്ചധികം നായ്ക്കളെ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് 9 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. അതിൽ ഒറിജിനൽ കൊമ്പയുണ്ട്. കൊമ്പയുടെ രൂപസാദൃശ്യവും ആരോഗ്യവും ബുദ്ധികൂർമ്മതയും പരിശീലിപ്പിക്കാൻ എളുപ്പവുമുള്ള നായ്ക്കളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ റോഷ്, കുറുമ്പി എന്ന 2 നായ്ക്കളാണ് പ്രധാന രംഗങ്ങളിലൊക്കെ അഭിനയിച്ചത്. കുറുമ്പി ചാടി ചവിട്ടി വീഴ്ത്തുന്ന രംഗമൊക്കെ കണ്ട് നമ്മൾ കോരിത്തരിച്ചതാണ്. എന്തായാലും ഈ പരിശീലനം കഴിഞ്ഞതോടെ കുറുമ്പി ജിജേഷിന്റെ വീട്ടിലേക്ക് പോയി എന്നാണ് അറിഞ്ഞത്. ഏത് വിദേശി ഇനങ്ങളെയും വെല്ലാൻ ബുദ്ധിയും കഴിവും ഉള്ളവരാണ് നമ്മുടെ നാടൻ നായ്ക്കളെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഇക്കോ എന്ന സിനിമ. അപ്പോൾ ഈ വിദേശ ഇനങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരം നമ്മുടെ സ്വന്തം നാടൻ ഇനങ്ങളായ പരിയ, കൊമ്പൈ പോലെയുള്ള നായ്ക്കളെ വളർത്തിയാൽ നിങ്ങൾക്ക് സ്നേഹം ആവോളം കിട്ടും. അതുപോലെ നിങ്ങളുടെ തുവകകളും വീടും എല്ലാം അവർ നന്നായി സംരക്ഷിക്കുകയും ചെയ്യും. കൊമ്പയെ പറ്റി പറയാം. ഇത് ഇന്ത്യൻ നായയാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കൊമ്പെ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ ഉദ്ഭവിച്ചത്. വളരെ ബുദ്ധിയുള്ള, ധൈര്യശാലികളായ, അതീവ ജാഗ്രതയുള്ള നായ്ക്കളാണ് ഇവർ. പരിശീലിപ്പിക്കാനൊക്കെ എളുപ്പമാണെന്ന് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാട്ടുപന്നി, കാട്ടുപോത്ത് പോലുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ പോലും ഇവയെ ഉപയോഗിച്ചിരുന്നു. കൊമ്പയ്ക്ക് ശക്തമായ താടിയും കടിയുമുണ്ട്. ഇവയുടെ രോമം ചെറുതാണ്, നിറം ചുവപ്പാണ്, നല്ല മസിലുള്ള ശരീരമാണ്. ചെവി പകുതി നിവർന്നോ താഴ്ന്നോ ആയിരിക്കും. കട്ടിയുള്ള വാൽ അടിഭാഗത്ത് അല്പമൊന്ന് വളയും. ഏതാണ്ട് 55 മുതൽ 65 സെന്റിമീറ്റർ വരെയാണ് ഇവരുടെ പൊക്കം. 28 മുതൽ 35 കിലോ തൂക്കം. ഒരു ഇടത്തരം നായയാണ്. ഇവർ ഉടമയോട് അത്യന്തം വിശ്വസ്തരാണ്. അതുപോലെ ഉടമയുടെ വസ്തുവകകളും പ്രദേശവും സംരക്ഷിക്കുക ഇവരൊരു ജീവിത വ്രതമായിട്ട് എടുത്തിട്ടുള്ളവരാണ്. അപരിചിതരോട് ഒട്ടും സൗഹൃദമില്ല. ശരിയായ പരിശീലനം ചെറുപ്പത്തിൽ തന്നെ കൊടുത്തില്ലെങ്കിൽ ഇവർ അക്രമികളായി മാറാം. നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ സ്വതന്ത്ര ചിന്ത ഉള്ളവരുമാണ്. ഓടി നടക്കാൻ ധാരാളം സ്ഥലം വേണം. ടൺ കണക്കിന് എനർജി ഉള്ളവരാണ്. നല്ല ആരോഗ്യമുള്ളവരാണ്. ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ ഇവർക്ക് കഴിവുമുണ്ട്. 12 മുതൽ 15 വർഷമാണ് ഇവരുടെ ആയുസ്. ഇവർക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, ഇവർക്കൊരു മുഖത്തൊരു കറുത്ത മാസ്ക് ഉണ്ട്. അപ്പോൾ ശരി, ബായ്.